ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ നോക്കണം പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സാംസങ് ഗാലക്സി S26 അൾട്ര. ഇതിനെ പറ്റിയുള്ള റിവ്യൂ, ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് ഗൈസ്. കം ഓൺ, ലെറ്റ്സ് ഗോ. ഞാൻ സാംസങ് ഒഫീഷ്യൽ പ്രൊമോട്ടറാണ്. ഞങ്ങളുടെ പുതിയൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സാംസങ് S26 അൾട്ര. അതിൻ്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് റിവ്യൂ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. തുടങ്ങാം ഗൈസ്. ഈ ഫോണിൻ്റെ ഫസ്റ്റ് ഫീച്ചർ ഡിസ്പ്ലേ സൈസ്. ഗൈസ് 6.9 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. നിങ്ങൾക്ക് വലുതായിട്ട് വീഡിയോസാ ഫോട്ടോസാ എന്ത് വേണമെങ്കിലും കാണാൻ പറ്റും. 6.9 ഇഞ്ച് നല്ല വലിയ സ്ക്രീൻ തന്നെയാണ് ഞങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ വേറെ ഒന്നുമല്ല, ഡൈനാമിക് LPTO AMOLED 2X ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. നല്ല പൊളപ്പനായിട്ട് വീഡിയോസാ ഫോട്ടോസാ നല്ല ക്വാളിറ്റിയോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഡൈനാമിക് ആണ് കൈസ് വരുന്നത്. ഡൈനാമിക് LPTO AMOLED 2X ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത് കൈസ്. വീട്ടിലോ അല്ലേ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ സീനാണ് മോനെ. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രോസസ്സറാണ് ഗൈസ് ഫോണിന് വരുന്നത്. കിഡ്കോച്ചി കിഡിലോസ്കി ഗൈസ്. ഗെയിമിങ്ങിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രോസസ്സർ. ഓക്കെ. പിന്നെ അടുത്തത് ആൾക്കാർ ചോദിക്കും, ക്യാമറ എങ്ങനത്തെ ക്യാമറയാണ്, ക്വാളിറ്റി ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ, മറ്റേതാണോ മറിച്ചതാണോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ വഴിയുണ്ട് മോനെ, ചേട്ടൻ പറഞ്ഞുതരാം. ഗൈസ് ക്യാമറ വരുന്നതെന്ന് പറഞ്ഞാൽ പവേർഡ് കോഡ് ക്യാമറ വിത്ത് 200 MP മെയിൻ സെൻസർ. 200 MP ആണ് മെയിൻ സെൻസർ. നല്ല പൊളപ്പാച്ചിയായിട്ട് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ നല്ല ക്ലാരിറ്റിയോടെ തന്നെ എടുക്കാൻ പറ്റും. ഒരു സീനും ഉണ്ടാവില്ല. അണ്ണൻ്റെ വാക്കാണ്. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കൂളിംഗ് സിസ്റ്റം. നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഫോൺ ചൂടാവില്ല, അപ്പം അത് ഫോൺ തണുപ്പിക്കാൻ തന്നെ ഫോണിനുള്ളിൽ തന്നെ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. 21% ആണ് വേപ്പറൈസ്ഡ് കൂളിംഗ് ഫോർ ഇൻറ്റൻസ് യൂസ് ഫോർ ഗെയിമിംഗ് ഗൈസ്. 21% കൂളിംഗ് പവർ എന്ന് പറഞ്ഞാൽ 21%. നിങ്ങൾ ഗെയിം കളിച്ചാലും ഫോൺ തന്നെ തണുപ്പിച്ചോളും കേട്ടാ. ഒരു പേടിയും വേണ്ട, വേറെ കൂളർ വാങ്ങേണ്ട ആവശ്യവുമില്ല. ഓക്കെ. അടുത്തത് മെമ്മറി ആൻഡ് സ്റ്റോറേജ്. എല്ലാവരും നോക്കണ ഒരു സംഭവമാണ്, ഞാൻ പറഞ്ഞുതരാം. അവൈലബിൾ ആവണത് 12 GB ഓർ 16 GB റാം, 256 GB 512 GB ഓർ 1 TB സ്റ്റോറേജ് ആണ് വരുന്നത് ഫോണിന്. എങ്ങനെയുണ്ട് മോനെ, സീനല്ലേ. പിന്നെ അടുത്തത് ചേട്ടന്മാർ ചോദിക്കും, അൾട്രാ വൈഡ് ആണോ? ഞാൻ പറഞ്ഞുതരാം. 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഫോണ് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം, ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം, ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം, ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ എല്ലാവരും മെയിനായിട്ട് നോക്കുന്ന ഒരു സാധനമുണ്ട്, എന്ത്? ബാറ്ററി. 5000 mAh ബാറ്ററിയാണ് ഫോണിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റല്ലേ. പിന്നെ വേറൊരു സാധനം, ചാർജിങ്. എല്ലാവരും നോക്കും, നോക്കാത്തൊരു മനുഷ്യനില്ല, പേടിക്കണ്ട ഗൈസ്. ഫോണിന്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ 60 വാട്ടിന്റെ വയേർഡ് ചാർജിങ് ആണ് ഫോണിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 0 to 70 ജസ്റ്റ് 30 minutes കേട്ടാ. പിന്നെ ഇത്ര വില കൊടുത്ത് അതിന് താഴ്ന്നതുണ്ട്. അതിന് താഴ്ന്നതെന്ന് പറഞ്ഞാൽ 25 വാട്ടിന്റെ കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ 60 വാട്ടിന്റെ എടുത്താൽ മതി, കിടിലോണ്, വേഗം ചാർജ് എടുക്കോളൂ. ഓക്കെ. പിന്നെന്താണ്, റിഫ്രഷിംഗ് റേറ്റ് 120 Hz. കഴിഞ്ഞ ദിവസം റെഡ്മി ടർബോ 5 എന്ന് പറഞ്ഞ ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഫോൺ ഞങ്ങളുടെ കോപ്പി അടിച്ചാണ് അവന്മാർ റിഫ്രഷിംഗ് റേറ്റ് ഉണ്ടാക്കിയേക്കണം. ഞങ്ങളാണ് 120 Hz ഒക്കെ ഇറക്കിയത്, എന്നിട്ട് അവന്മാർ കോപ്പി അടിച്ചുകൊണ്ട് പോയേക്കണം, കള്ളന്മാരി. പിന്നെ ഗൈസ് ഈ ഫോണിൻ്റെ ഒപ്പം തന്നെ ഒരു പേന വന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, S Pen എന്ന് പറയാ പെന്നിന്. ഓക്കെ. നിങ്ങൾക്ക് സ്കെച്ചിങ്ങാ ഡ്രോയിങ്ങാ നോട്ട്സാ എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാം, ഈ പെൻസിലിൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യില്ല. S26 പെൻസിലിന് ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യില്ല. S24 സപ്പോർട്ട് ചെയ്യുമായിരുന്നു പെൻസിൽ, പക്ഷെ S26 സപ്പോർട്ട് ചെയ്യില്ല ഗൈസ്. ഓക്കെ. പിന്നെ ആൾക്കാർ ചോദിക്കും,
വാട്ടർ പ്രൂഫ് ആണെന്ന് ചോദിക്കും. വാട്ടർ പ്രൂഫ് ഒന്നും അല്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം, വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. ഓക്കെ, വേറൊന്നും പറയാം. ഈ ഫോണിലെ ഇന്ത്യസ് ഫസ്റ്റ് ബിൽഡ് ഇൻ പ്രൈവസി ഡിസ്പ്ലേ, ലോകത്തിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫോൺ, അതും പ്രൈവസി ഡിസ്പ്ലേയിൽ വരുന്നത് കേട്ടാ. അത് നിങ്ങൾ ഓർക്കണം. ഈ ഫോൺ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ഡെയിലി യൂസ്, ഗെയിമിങ് ഇത് രണ്ടും കൊണ്ടുപോകണമെങ്കിൽ ഈ ഫോൺ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയുന്നു. ഓക്കെ, നല്ല കീടിലം ക്ലാരിറ്റിയാണ്. നല്ല കീടിലോട്ട് വീഡിയോസും ഫോട്ടോസും കാണാം. പിന്നെ നല്ല കീടിലോട്ട് തന്നെ ഗെയിമിങ് കളിക്കാം. 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. അതിപ്പോ വേറെ ഫോൺ ആരും കോപ്പി അടിക്കാറുണ്ട്, പക്ഷേ ഞങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്, അത് ഓർത്തോളാം നിങ്ങൾ. ഓക്കെ, പിന്നെ ഗെയിമിംഗ് എന്നൊക്കെ പറയുമ്പോഴില്ലേ ഗൈസ്, നിങ്ങൾക്കില്ലേ ഇപ്പൊ ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഏത് ഗെയിം കളിച്ചാലും നല്ല 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 ബാക്കപ്പും നല്ല ഇതെല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാൻ പറ്റും ഫോണിന്. പിന്നെ നിങ്ങൾക്ക് ഒരു ലാഗാ, ഒരു പ്രശ്നമോ, ഒരു ഗ്രീൻ സ്ക്രീനാ അങ്ങനെ ഒന്നും ഈ ഫോണിൽ വരത്തില്ല. അതോർത്ത് നിങ്ങൾക്ക് പേടിക്കാൻ വേണ്ട. ഇന്ത്യസ് ഫസ്റ്റ് ബിൽഡ് ഇൻ പ്രൈവസി ഡിസ്പ്ലേ ഫോണാണ്. വേറെ ആരെങ്കിലും ഇറക്കിയിട്ടുണ്ട് അങ്ങനെ? ഇല്ലല്ലോ. ഡിസൈൻ വരുന്നത് എന്ന് പറഞ്ഞാൽ സ്ലിമ്മർ ആൻഡ് ലൈറ്റർ, 214 ഗ്രാമേ ഉള്ളു. വിത്ത് എ പ്രീമിയം ബാലൻസ്ഡ് ഫീലാണ് ഫോണിന് വരുന്നത് കേട്ടാ. പിന്നെ ആൾക്കാർ ചോദിക്കും എത്ര രൂപയെന്ന്, അതും പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. എത്ര രൂപ വരുന്നത്? 1,30,999, അത്രേ ഉള്ളൂ. 1,31,000 കൂട്ടിക്ക, 1 രൂപയുടെ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ ബെസ്റ്റ് റെക്കമെൻഡഡ് ഫോർ ഡെയിലി യൂസിനും ഗെയിമിങ്ങിനും ബെസ്റ്റ് റെക്കമെൻഡഡ് ആണ്. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡെയിലി യൂസിലാണെങ്കിൽ ഗെയിമിങ്ങിനായാലും പൊളപ്പാച്ചിയായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ബൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എന്നിട്ട് റിവ്യൂ എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, ഇറ്റ്സ് മീ സാംസങ് സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.